അമ്മന്റെ അഭിപ്രായത്തില് ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? നല്ല മന്ത്രിയാ അല്ലേ? മുഖ്യമന്ത്രി ആവാൻ സാധ്യത ആയിരിക്കാ? വി ഡി സതീശന്. ഓക്കെ, എത്ര സീറ്റ് കിട്ടും LDFന്? 90 കിട്ടും. പിന്നെ കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരു നേതാവിന്റെ പേര് വി ഡി സതീശന്. മുഖ്യമന്ത്രി ആരാണോ? ഇപ്പോഴത്തെ മന്ത്രിയാ വി ഡി സതീശനൊക്കെ കുപ്പായിട്ട് ഇരിക്കല്ലേ? ഒന്ന് വന്നോട്ടെ. ആ വേണ്ട, ഗവൺമെന്റ് അതെ അതെ ഇല്ല 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 സാധ്യ ആരും കൂടണ്ട. ഇത് സർവേയാണ്. ഓരോരുത്തർക്ക് അഭിപ്രായമുള്ള പറയാ. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പിണറായി വിജയനെ കിട്ടുന്നുണ്ട്. കിട്ടും. വി ഡി സതീശൻ 3000 പേരാണെങ്കിലോ ഒന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ കേരള മുഖ്യമന്ത്രിന്റെ അഭിപ്രായം എന്താണ് പിണറായി വിജയനെ പറ്റിയിട്ട്? വി ഡി സതീശന്. അതിപ്പോ ആയില്ലല്ലോ. ആരെ മുഖ്യമന്ത്രിന്റെ അഭിപ്രായം? ഇല്ല, വളരെ മോശം. വി ഡി സതീശൻ ആവുന്നുണ്ടോ? ഉറപ്പുണ്ടോ? കാരണം പാർട്ടിന് തമ്മിൽ അടിയല്ലേ? അപ്പൊ അത് സാധാരണ ഉണ്ടാവും. ജനാധിപത്യം എന്ന് പറയുമ്പോ അടിയാണോ? അപ്പൊ ഞങ്ങളിപ്പോ ഏത് പഞ്ചായത്തിലാണല്ലേ? അജന്നൂർ പഞ്ചായത്തിൽ നിന്നാണ്. കാഞ്ഞങ്ങാട് ചന്ദ്രശേഖരന്റെ വാർഡ് അല്ലേ? അപ്പൊ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ CPIന്റെ അല്ലെ? CPIന്റെ ചന്ദ്രശേഖരാണ് ഇപ്പൊ ഇതുവരെ എത്ര വർഷമായി ഇപ്പൊ നിലവില്? 5ാമത്തെ വർഷം. എന്താ സാധ്യത അപ്പൊ ആർക്കാ ഉള്ളത് ഈ പ്രാവശ്യം? CPIന്റെ സ്ഥിരം സീറ്റാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF ആണോ, UDF ആണോ, BJP ആണോ? LDF. ഇത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അല്ലേ? ഉരുക്കുകോട്ടാണ് ഈ ചന്ദ്രശേഖർ അല്ലേ? സ്ഥാനാർത്ഥി മാറാൻ ചാൻസ് ഉണ്ട്, എന്നാലും ജയിക്കും. നിങ്ങളുടെ അഭിപ്രായം? കോട്ടാണ് അല്ലേ? അപ്പം അതൊക്കെ എന്താ പറയാണ്ടാ? ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാന്നുള്ളത്? അമ്മോനോ? എങ്ങനെ? താല്പര്യമില്ല ഏതാ? ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF. നിങ്ങളോ? LDF എന്നാണ്. ഇവിടെ LDFന്റെ കോട്ടാണ് അല്ലേ? UDFന്റെ ആരാ ജയിക്കാൻ സാധ്യത? UDF ആ? ഉറപ്പാണോ? ഒരു സംശയമില്ല. 100%. ആരാ സ്ഥാനാർത്ഥിയായിട്ട് വരാ? നിർണയമല്ലേ അല്ലേ? അത് ജയിക്കാം. നമ്മുടെ കേരള മുഖ്യമന്ത്രിന്റെ അഭിപ്രായം എന്താണ് പിണറായി വിജയനെ പറ്റിയിട്ട്? വി ഡി സതീശന്. അതിപ്പോ ആയില്ലല്ലോ. ആരെ മുഖ്യമന്ത്രിന്റെ അഭിപ്രായം? ഇല്ല, വളരെ മോശം. വി ഡി സതീശൻ ആവുന്നുണ്ടോ? ഉറപ്പുണ്ടോ? കാരണം പാർട്ടിന് തമ്മിൽ അടിയല്ലേ? അപ്പൊ അത് സാധാരണ ഉണ്ടാവും. ജനാധിപത്യം എന്ന് പറയുമ്പോ അടിയാണോ? അങ്ങനെ. ഓക്കെ. ഏട്ടാ, ഇവിടെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? BJP ആണോ, LDF ആണോ, അല്ലെങ്കിൽ UDF ആണോ? അതൊന്നും ആർക്കും ഇപ്രാവശ്യം സംശയം ആരില്ല. നിങ്ങളെ കഥറിൽ അനുസരിച്ചിട്ടുണ്ട് ഭരണത്തിൽ കയറും. വൻ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ വൻ ഭൂരിപക്ഷമാണ് അല്ല ഇവിടുത്തെ ഭൂരിപക്ഷം? മൊത്തത്തിന് വൻ ഭൂരിപക്ഷം കിട്ടും. മുഖ്യമന്ത്രി ആവാൻ സാധ്യത ആയിരിക്കാ? വി ഡി സതീശന്. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഇപ്പോഴത്തെ 10 വർഷം കേരള മന്ത്രിസഭ LDFന്റെ കയ്യിലായിരുന്നു. എന്താണ് LDFന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ? 5 വർഷം നന്നായിട്ട് ഭരിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ മോശം നല്ലായിരുന്നു പറഞ്ഞു ഇലക്ഷന്റെ സമയത്ത്. 5 വർഷം ജനങ്ങൾക്ക് തൃപ്തിയായില്ല. ഓക്കെ, അത് പറഞ്ഞ് നടക്കാന്ന് പറയാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാല് ഈ ഇലക്ഷൻ നടക്കുന്ന മറ്റേ ഇതിന്റെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തുള്ള കൊറോണന്റെ സമയത്തുള്ള ആ സമയത്താണ് നിങ്ങൾ LDF നല്ല ഭരണം എന്ന് പറഞ്ഞ്. അന്നത്തെ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ എതിർപ്പാർട്ടി മോശം എന്നല്ല പറഞ്ഞ്? ഇല്ല, നിങ്ങൾ അന്ന് നല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഞാനിപ്പോ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റാ. ഞാൻ ഇലക്ഷന്റെ ഒരു സർവേക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? പറയാനേ കഴിയില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇനിയും ആ മുഖ്യമന്ത്രി തന്നെ തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്നും പറയില്ല. ഓക്കെ,
അമ്മ എന്താണ് ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താണ് പറയില്ല, എന്താണ് അഭിപ്രായം? നല്ല ചെയ്തിട്ടുള്ളു. ഇനി ആ മുഖ്യമന്ത്രി തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരണ ആഗ്രഹമുണ്ട്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ, BJP ആണോ, കോൺഗ്രസ് ആണോ ജയിക്കാൻ? UDF ആണോ? ഈ മുഖ്യമന്ത്രി വരണമെന്ന്. ശരി, ഈ മുഖ്യമന്ത്രി തന്നെ വരണമെന്നാണ് ആഗ്രഹം. അയാൾ തന്നെ വരണമെന്ന് അറിയില്ലേ? മുഖ്യമന്ത്രി ആര് വരണോ? ഇപ്പൊ തന്നെ മന്ത്രിയാ. VD സതീശനൊക്കെ കുപ്പായിട്ട് ഇരിക്കല്ലേ, ഒന്ന് വന്നോട്ടെ. ആ വേണ്ട. അമ്മന്റെ അഭിപ്രായത്തില് ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? നല്ല മന്ത്രിയാ. ഇവിടുത്തെ MLA പറ്റിട്ട് എന്താണ്? ഇതുവരെ. ഇനി നാളത്തെ എന്താന്ന് അറിയില്ല. ഓക്കെ, ശരി. ചേച്ചിയാ, പെൻഷൻ കിട്ടുണ്ടോ? മാസം എന്തിനാ പുതുക്കണേ? കൊല്ലത്തും പൊറുക്കണ്ടേ? കാരണം മരിച്ചു പോയാലും വാങ്ങാൻ പറ്റുമോ? ആ, പുതുക്കുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. രണ്ട് മക്കളെ പെട്ടിട്ടുണ്ട്. ഞാനും എന്റെ മോളെ പേരിലാണ്. നമുക്ക് ഒരാഴ്ച കൂടെ ഇതുവരെ ഗവൺമെന്റ് കൊണ്ടുണ്ടായില്ല. പക്ഷെ നമുക്ക് ഏതൊരു കട എടുക്കാൻ നമ്മുടെ മക്കളെ പെട്ടിട്ടുണ്ട്. 2000 കിട്ടുന്നുണ്ടോ? 2000 ഒരു ഗുണം ഇല്ലെങ്കിൽ അത് കിട്ടണ്ടേ? വീട് കിട്ടിയോ? ഞാൻ പൈസ പെട്ടത് എങ്ങനെ? 3 കൊല്ലം കിട്ടിക്കില്ലേ? 1 ലക്ഷം കിട്ടിക്കില്ലേ? 50 രൂപ തന്നില്ലേ? അത് ആരാ തന്നേ? പിണറായി സർക്കാരാണോ തന്നെ? പിന്നെ ആരാ തന്നെ? കളവ് പറയുന്നത് നിങ്ങളെ മുഖം പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിരുന്നത് ആർക്കാ കൊടുത്തത്? ഗവൺമെന്റ്. അതെ അല്ല, ഞാൻ ചോദിച്ചു. നമ്മള് ഞങ്ങളെ നികുതി അടക്കുന്ന പൈസ ഇല്ല, സാരില്ല. ആര് കൂടണ്ട, അത് സർവേയാണ്. ഓരോരുത്തർക്ക് അഭിപ്രായമുള്ള പറയാ. അപ്പൊ നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ. ഇപ്പൊ കേരളം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആദ്യമായിട്ട് കേരളത്തില് തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയാണ് LDF. ഈ LDFന് ഈ തുടർഭരണം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ചേച്ചി? പ്രതീക്ഷിക്കാം 100%. എത്ര സീറ്റ് കിട്ടും LDFന്? 90 കിട്ടും. നമ്മുടെ UDFന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായമില്ല. ഇവിടുത്തെ കാഞ്ഞങ്ങാട് മണ്ഡലല്ലേ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി അഭിപ്രായമില്ല. UDF ജയിക്കോ? UDF ജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അതെ, ഇവിടുത്തെ മുഖ്യമന്ത്രിനെ പറ്റി എന്താ അഭിപ്രായം? പിണറായി വിജയനെ കിട്ടുന്നുണ്ട്. കിട്ടും. ഇനി UDF ഭരിച്ചാൽ കിട്ടൂലേ? 5000 കിട്ടും.
കിട്ടിയില്ല. UDF ജയിച്ചാല് ഞങ്ങള് കുറെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ പറ്റിച്ചു. അപ്പൊ മോളിന് പണ്ട് മോളിന് എത്ര ഉണ്ടായി? 50 ഉറുപ്പിക ഉണ്ടായി. UDF ജയിച്ചു അത്രക്ക് 150, 200 ഒറ്റ ട്രിപ്പിന് ഒറ്റയടിക്കാക്കി. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നതല്ല, ദേവസ്ഥാനം ജയിച്ചു. ഞങ്ങൾ പറഞ്ഞു ദേവസ്ഥാനം ജയിച്ചിട്ടുണ്ട്. ദേവസ്ഥാനം പറഞ്ഞ് ഞാൻ വരുന്ന മാർക്കറ്റിൽ ഇന്നലെ വന്നിട്ടാ, ഞാൻ കുറ്റം പറഞ്ഞല്ല. അപ്പൊ ദേവസ്ഥാനം ഇവിടെ രാവിലെ 6 മണിക്ക് 3 മണിക്ക് തുടങ്ങിയത് രാത്രി, ഇപ്പൊ വൈകുന്നേരം രാവിലെ 3 മണിക്ക് തുടങ്ങിയത് 9 മണി വരെ ഒരു മീൻ വിൽക്കുന്നു. ഞമ്മങ്ങനെ 8 മണി 9 മണിയാണ് വീട്ടിൽ പോകുമ്പോ എന്താക്കുന്നു വരുന്നു. ഇത് പോലെയാക്കുന്നില്ല. ഇതുവരെ 100 രൂപക്ക് പോലെ സമയത്തായി 10 മണിയായി 100 രൂപക്ക് പോലെയാകുന്നുണ്ട്. ഇത് ഏത് നിയോജക മണ്ഡലമാവി? കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി. ഇവിടെ മുൻ MLA ആരാണ്? ഇപ്പൊ ഓൾറെഡി MLA ആരാണ്? ചന്ദ്രശേഖരനാ? ചന്ദ്രശേഖരൻ CPI-ന്റെ. അതാണ് തന്നെ ജയിക്കുന്ന പറയുന്നത്. ജയിക്കട്ടെ. ഒന്നും വരാൻ പോകുന്നില്ല. ജയിക്കേണ്ട മാർക്കിഷാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 2000 ആക്കി വന്നില്ലേ? വയസ്സും പ്രായമായി നമ്മൾ ആരും നോക്കാം. ചിലപ്പോ മക്കളും നോക്കിയില്ല. മക്കളെ നല്ല സ്നേഹത്തോടെ നമ്മൾ പോയിട്ട് ചിലപ്പോ മക്കൾ നോക്കാത്ത മക്കളുണ്ട്. അപ്പൊ സർക്കാർ നമുക്കൊരു താങ്ങാണ്. 2000 കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു മാസം വരെ വീട്ടിലെങ്കിലും 2000 ചാക്ക് വരിയോ കുടിച്ചിട്ടാലേ ഒരു മാസമൊക്കെ തിന്നാനാണ്. എന്തായാലും ഇത് നമ്മളെ ചാനലിൽ വരും പറഞ്ഞോളി. അങ്ങനെ പിണറായി മന്ത്രിയെ വരട്ടെ 2500 ആക്കുന്നു പറഞ്ഞു നമുക്ക്. നമുക്ക് 2500 കിട്ടിയാൽ മതി. 2500 കിട്ടിയാൽ മതി. അതിപ്പോ VD സതീശൻ 3000 വരാണെങ്കിലോ? VD സതീശൻ വേണ്ടാന്നോ? വേണ്ട. VD സതീശന്റെ പൈസ വേണ്ടാന്ന്. അവിടെ ഒരു UDF-ന്റെ സ്റ്റാർ ഉണ്ട്. അവിടെ വേറെ ചോദിച്ചോടാ ഏട്ടാ, എന്താണ് ഇവിടുത്തെ നമ്മളെ കേരള സർക്കാരിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാനില്ല. അതാ അമ്മച്ചി എടുക്കുന്ന ഒരു മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം ഇവിടുത്തെ ഭരണത്തിനെ പറ്റിയിട്ട്? കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കുറവെന്ന് പറഞ്ഞാൽ ആർക്ക് കുറവിന്? അതെ അത് പിന്തുടരുക. സാധ്യത കുറവുണ്ട് അല്ലേ? ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ചന്ദ്രശേഖരനാണോ? അറിയില്ല. ഓക്കെ. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം? എന്താ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി? അധികം കിട്ടുന്ന ആരെങ്കിലും ജയിക്കും. അത് ആരാന്നുള്ള SDPK ഇവിടെ വാല്യൂ ഉണ്ടോ? SDPK വോട്ടുണ്ടോ? അറിയില്ല, വോട്ടില്ല അല്ലേ? ഓക്കെ. കിട്ടുന്ന അധികം കിട്ടുന്ന ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഓൻ വേണ്ടാന്നോ അറിയില്ലേ? ഓക്കെ. അപ്പൊ വേണ്ട. അപ്പൊ പിണറായി വേണ്ട, വേറെ ആരായാലും CPM-ന്റെ ഓ വേണ്ട. ഇനിയിപ്പോ VD സതീശനാണെങ്കിലോ? അത് ഒപ്പിക്കാം അല്ലേ? അപ്പൊ VD സതീശനാ വേണ്ടി. ഓക്കെ. അങ്ങനെ മാർക്കറ്റിലെ മമ്മൂട്ടിന്റെ അടുത്തൊക്കെ വന്നതിന് എന്താണ് അഭിപ്രായം? അപ്പൊ ഞാൻ ഈ മണ്ഡലത്തിന്റെ പേരേതാ? ഓസ്ബർഗ് കാഞ്ഞങ്ങാട് മണ്ഡലാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം MLA ആരാണ്? CPI-ന്റെ ചന്ദ്രശേഖർ. തീരുമാനമായില്ല. കൺഫേം ആക്കിയില്ല. തീരുമാനില്ല. ജയിക്കാൻ സാധ്യതയുണ്ടോ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക്? ഇവരെ സീറ്റ് എന്താണ്? ഇനിയിപ്പോ ഇവിടെ UDF-ന് എന്തെങ്കിലും സാധ്യത? ജനങ്ങളെ തീരുമാനം. ഓക്കെ. ഇനിയിപ്പോ നമ്മളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് 10 കൊല്ലം ഭരിച്ച് എന്താണ് മോശമാണെന്നുള്ള അഭിപ്രായം? ഇനിയിപ്പോ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള UDF ആവാനാണ് സാധ്യത. UDF-ന് ആരാവാനാ? അതൊക്കെ തകർത്ത് വാരി മാറി ചിന്തിക്കുന്നുണ്ട്.
അപ്പൊ ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത് UDF മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആയിരിക്കാം VD സതീശനാണ് അല്ലേ? നിങ്ങൾക്ക് പാർട്ടി ഉണ്ടോ? പാർട്ടി നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷാണ്, പക്ഷെ കൂടുതൽ ഡയലോഗ് വന്ന് UDF അനുകൂല. അതെന്താണ് കാരണം? ആര് നല്ല ഭരണം കാഴ്ചവെക്കുന്ന അവർക്കാണ്. അപ്പൊ ഈ 10 കൊല്ലം ഭരണം മോശമാണെന്നാ പറയുന്നത്. ആദ്യം 5 കൊല്ലം ഓക്കെ ആയിരുന്നു, പിന്നെ ഇപ്രാവശ്യം വളരെ മോശമായിട്ടില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇനിയിപ്പോ UDF ഭരണത്തിൽ വരാൻ എത്ര സീറ്റ് ഉണ്ടാവും UDF-ന്? ജനങ്ങൾ ഏകദേശം ഉണ്ടാവും. ശരി, ആ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? കാഞ്ഞങ്ങാട് ആരാ നിലവില്? ചന്ദ്രശേഖർ CPI അല്ലേ? അദ്ദേഹം തന്നെ ജയിക്കാൻ സാധ്യത 100% ജയിക്കാൻ സാധ്യത. ഇത് കാഞ്ഞങ്ങാട് മണ്ഡലല്ലേ? ഇത് ഏത് സ്ഥലം? അജ്ഞാല്. അതാണ് കാഞ്ഞങ്ങാടിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് അല്ലേ? ഇവിടെ ഇടതുപക്ഷാണ്. UDF സാധ്യതയുണ്ടോ? സാധ്യതയില്ല. ഇല്ല. നിങ്ങളെ പാർട്ടി ഏതാണ്? CPM ആണ്. CPM എന്നാ? ഇല്ല. നിഷ്പക്ഷമായിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിഷ്പക്ഷമുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണ്ടേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇവിടെ ജയിക്കാൻ സാധ്യത? പിണറായി വന്നാൽ നല്ലത്. ഇനിയിപ്പോ അഥവാ UDF ആണ് ഭരിക്കുന്നെങ്കിൽ ആര് ആവാനാണ് സാധ്യത? നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളെ ആഗ്രഹം പറഞ്ഞാൽ മതി. അറിയില്ല, ധാരണ ഇല്ല അല്ലെ? ശരിയോ. അപ്പം കാഞ്ഞങ്ങാട് ഒരുവിധ ആൾക്കാർക്ക് അഭിപ്രായം ഇല്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ ഒരു ആരും കാണുന്നില്ല. നോമ്പായതിനെ കൊണ്ടായിരിക്കും അധികം ആൾക്കാരെ കാണുന്നില്ല. ഒരു പീഡിയക്കാരനുണ്ട്, ഇയാളോട് ഒന്ന് ചോദിച്ചതാ. ചേട്ടാ, ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ള ആരാണ്? ഇവിടെ കാഞ്ഞങ്ങാട് മണ്ഡലം ചന്ദ്രശേഖരന് CPI അല്ലെ? അദ്ദേഹത്തിന് വെല്ലാൻ ഇവിടെ ആരുമില്ല. UDF സാധ്യതയില്ല. BJPക്ക് പിന്നെ തീരില്ല. ഇവിടെ ജയിക്കാൻ LDF ഭരണം ഉണ്ടാവോ തുടർച്ചയായിട്ട്? ഉണ്ടാവും അല്ലേ? ഓക്കെ, ശരി. സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് ലേശം. അത്ര കുറയുള്ളൂ. ഓക്കെ. ഇതൊരു പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഒരു ഇലക്ഷൻ സർവേ ആണ്. അഭിപ്രായം ഇല്ല നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളുടെ അഭിപ്രായം എന്താ? ജയിക്കാൻ സാധ്യത അറിയില്ല. അസ്സലാമു അലൈക്കും. ഞാനൊരു ഇലക്ഷന്റെ സർവേ ആണ് കേട്ടോ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? CPM ആണോ, അല്ലെങ്കിൽ UDF ആണോ, അല്ലെങ്കിൽ BJPക്ക് ഉണ്ടോ സാധ്യത? UDF ആണോ സാധ്യതയുള്ളത്? ആരാ സ്ഥാനാർത്ഥി? തീരുമാനമില്ല. ഇവിടുത്തെ കേരളത്തില് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF പിണറായി വിജയനെ അപ്പൊ വേണ്ട. എന്നാ പിന്നെ കേരളത്തില് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരു നേതാവിന്റെ പേര് VD സതീശന്. എത്ര സീറ്റ് കിട്ടും കേരളത്തില് UDF? 100. ഓ, ഭയങ്കര ഇതാണല്ലോ, കോൺഫിഡൻസ് ആണല്ലോ. ഓക്കെ, അങ്ങനെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ബൈ. പിണറായി വിജയന്റെ ഈ ഭരണത്തിന്റെ നേട്ടം എന്തെങ്കിലും? തീരെ പോരാ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? UDF ആണോ? UDF ജയിക്കുള്ളൂ. ആരാ ജയിക്കാൻ സാധ്യതയുള്ളത്? UDF ആണോ LDF ആണോ? രണ്ട് ബലാബലാണ് ഇല്ലേ? ഇലക്ഷൻ സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള UDF BJP അല്ലെങ്കിൽ LDF നല്ലതായിട്ട് സർവീസ് ചെയ്യുക, അവര് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഓക്കെ. അപ്പൊ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ജയിക്കാനുള്ള സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചത് കോൺഗ്രസിന്റേതാണ്. കോൺഗ്രസിനാണ് സാധ്യത കാണുന്നത്. എന്താ കാരണം?